സ്പോട്ട് ഡബിങ്ങിനായിട്ട് വരുന്നു മിഥുൻ മണ്ണാർക്കാട്. ഹായ് നമസ്കാരം, ഞാൻ പൃഥ്വിരാജ്. എൻ്റെ ഏറ്റവും പുതിയ സിനിമ ഊഴത്തിൻ്റെ വിശേഷമായി ഫ്ലവേഴ്സിൻ്റെ സ്റ്റാർ ലൈഫിൽ. എനിക്ക് തോന്നുന്നു എൻ്റെ സിനിമകളിൽ വളരെ വൈകി ടൈറ്റിലിട്ട സിനിമകളിൽ ഒന്നാണ് ഊഴം. ഷൂട്ടിംഗ് തുടങ്ങി കുറച്ച് ദിവസങ്ങൾ മുൻപാണ് ആക്ച്വലി ടൈറ്റിൽ ഫൈനലൈസ് ചെയ്തത്. ഒരുപാട് ടൈറ്റിലുകൾ ഞാൻ സജസ്റ്റ് ചെയ്യുകയും ജിത്തു ഒരുപാട് പേരുകൾ എന്നോട് പറയുകയും മറ്റു ചില ആളുകൾ ചില ടൈറ്റിലുകൾ സജസ്റ്റ് ചെയ്യുകയും ആർക്കും അങ്ങോട്ട് തൃപ്തികരമാകുന്നൊരു പേര് കിട്ടാതിരിക്കുകയായിരുന്നു. പട്ടാഭിരാമൻ എന്ന് പറയുന്ന കഥാപാത്രം ഒരുപക്ഷെ എൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും അധികം ചലഞ്ചിങ് ആയിട്ടുള്ള വേഷങ്ങളൊന്നായിരിക്കും. അത് പറയാൻ കാരണം ഒരുപാട് ലെയറിംഗ് ഉള്ളൊരു കഥാപാത്രമാണത്. നമുക്കറിയാം, മുമ്പ് ഞാനും മുരളിയുമായി ചെയ്തിട്ടുള്ള സിനിമകൾ വട്ടിജയനാണെങ്കിലും വെട്ടുവിഷ്ണു ആണെങ്കിലും എല്ലാം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിരുന്നു. അത് രണ്ടിനും എൻ്റെ ബാബുജി, എൻ്റെ ഗുരു, അത് ഇല്ലായിരുന്നു ഒരു വിഷയം ഞാൻ അവിടെ നിൽക്കില്ലേ. എല്ലാ ഭാഗ്യവും എല്ലാ ബാബുജിയുടെയും അതൊരിക്കലും ഞാൻ വേസ്റ്റ് ചെയ്യില്ലേ. കാവ്യ ഉദ്ദേശിച്ചത് ശരിക്കും നിർദ്ദേശിച്ചത് അതിൻ്റെ സംവിധായകനാണ്. എൻ്റെ അടുത്ത് ആദ്യം നമ്മളിത് പ്ലാൻ ചെയ്യുന്നത് ഗ്യാങ്സ് അള്ളിമൂല എന്ന് പറയുന്ന ഒരു ടൈറ്റിലായിരുന്നു. വിമാനത്തിൽ ആദ്യമായിട്ട് പറക്കുന്നത് 2002 അതൊരു ദുബായ് ട്രിപ്പായിരുന്നു. അതൊരു 1.5 പറപ്പിക്കലായിരുന്നു. അന്ന് പാസ്പോർട്ട് എടുത്തത് ദുബായിൽ എന്തെങ്കിലും ജോലി ചെയ്യണമെന്ന് കരുതിയിട്ടാണ് പാസ്പോർട്ടെല്ലാം എടുത്തു വച്ചത്. പ്രേമെന്ന സിനിമയിൽ അഭിനയിച്ചു. അത് വളരെ നല്ലൊരു അനുഭവമായിരുന്നു. ശരിക്കും ഒരു ബ്രേക്കായിരുന്നു കരിയറിൽ. പിന്നീട് ചെയ്ത 5 സിനിമകൾ അത്തരം ചെറിയ സിനിമകൾ ഹിറ്റായിരുന്നു. ഹായ് നമസ്കാരം, ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും. കോമഡി ഉത്സവത്തിൻ്റെ അടുത്തൊരു ഘട്ടത്തിലേക്ക് കടക്കുന്നതിനെ പറ്റി കൂടുതലായി പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ലൈവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഏതായാലും എല്ലാവരും വരുന്നുള്ളതെന്നറിയാം. അപ്പോൾ ഏതായാലും ഒരു സുഹൃത്തിൻ്റെ വീട്ടിലൊരു ഡിന്നർ പാർട്ടി കളിയിലാണ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു റൂമിനകത്ത് കയറി കഥയടിച്ചിട്ടാണ് സംസാരിക്കുന്നത്. തമ്പി, ഇത് മുതൽ വിരുദ്ധമല്ല, ஆனால் இதோட நிற்க போகிறதும் இல்லை. நிறைய வேலை இருக்கு. இது கொடுப்பதில் எனக்கு சந்தோஷம். ஒரு பெரிய மேடை என் தம்பியும் பெருமை கொள்வதில் எனக்கு பெருமை. ആദ്യം വിചാരിച്ച് ഇതെന്താ രാജുവിന്റെ പരസ്യം ഇട്ടേക്കണേ എന്താ വിചാരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവൻ സ്പോട്ടപ്പിരിക്കുകയാണോ എന്ന് തോന്നിയത്. അല്ല, അത്ര ഭയങ്കര നാച്ചുറൽ ആയിരുന്നു കേട്ടോ. സൂചിക്കാൻ വേണ്ടി പറഞ്ഞൊന്നുമല്ല. പിന്നെ അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടത് വിനയ് ഫോർട്ടിന്റെ ഭയങ്കര രസമായിരുന്നു. പിന്നെ ആസിഫ് എല്ലാം ഭയങ്കര രസമായിട്ട് തന്നെ ചെയ്ത കേട്ടോ. പ്രത്യേകിച്ച് എനിക്ക് കമൽ സാറിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അല്ല, ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും റിസ്ക് എടുത്ത് ചെയ്ത ഒരു സ്പോട്ട് ഡബിംഗ് ആണ്. കാരണം ഇത്രയും വ്യത്യസ്തമായ ശബ്ദങ്ങൾ, അതുപോലെ തന്നെ നാച്ചുറലായിട്ട് ഇത്രയും സ്പീഡിൽ, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഫഷണലായിട്ടുള്ള വലിയ മിമിക്രി ആർട്ടിസ്റ്റുകൾക്ക് പോലും ചിലപ്പോൾ ഇത് പിടിച്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമുണ്ട്. എന്താ പറയുക, ഈ നമ്മുടെ മിഥുൻ്റെ തന്നെ ചെയ്തതേ, അതിന് ആ മാനറിസംസും ചെറിയ മുക്കലും മൂളലും ഞരങ്ങലും ഒക്കെ അതെല്ലാം പിടിച്ച് കൃത്യമായിട്ട്. ആദ്യം തുടക്കത്തിൽ എനിക്കൊരു സംശയം തോന്നി, ഇത് രാജുവിൻ്റെ തന്നെ ഇനി ഇതിനിടയിൽ വേറെ വല്ലതും ഡബ് ചെയ്യാൻ പോവുകയാണോ എന്ന്. കാരണം അത്ര സിങ്കായിട്ടാണ് ചെയ്തത്. മിഥുൻ അപാരം, ഒന്നും പറയാനില്ല, അടിപൊളി. ഒന്നും പറയാനില്ല അവിടെ എടുത്ത്. അല്ല, ഒന്നും കളയാനില്ല, ഒന്നും കളയാനില്ല. ചില സിനിമകളാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ട് കാണുന്നത്. അതിന്റെ ക്ലൈമാക്സ് എന്താണെന്നറിയാം, അതിന്റെ പഞ്ചസ് എല്ലാം അറിയാമെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന എവർഗ്രീൻ മൂവീസ് ഉണ്ട്. അതുപോലത്തെ ഒരു എവർഗ്രീൻ ഡബിങ് ആണിത്. കാണാൻ കൊതിച്ചുകൊണ്ടിരിക്കുക വീണ്ടും വീണ്ടും.